നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാറ്റ് യു.ഡി.എഫിന് അനുകൂലമായി വീശുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ 5 ഗ്യാരണ്ടികളും കേരളത്തിൽ അലയടിക്കുകയാണ്. അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായ നോബൽ ഹോസ്പിറ്റൽ സജീവ ചർച്ചയാകുന്നത്. എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്ന ആശയം 2026 യു.ഡി.എഫ് പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായി ഇടം പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഈ പദ്ധതി ചർച്ചയാകുന്നത്. സാമൂഹിക പ്രവർത്തകനായ ബിനോയ് വാര്യത്ത് പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പദ്ധതി മുന്നണിയുടെ പ്രധാന പ്രചരണ ആയുധമായി മാറും. യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം നോബൽ ഹോസ്പിറ്റൽ സംവിധാനവും യാഥാർത്ഥ്യമാക്കുമെന്ന് യു.ഡി.എഫ് കൺവീനർ എം ഹസൻ വ്യക്തമാക്കിയതായി ബിനോയ് വാര്യത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2011 കുമ്പനാട് സ്വദേശിയും മുൻ KSU നേതാവുമായ സന്തോഷ് വി ജോർജാണ് ഇത്തരമൊരു ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. 2013 കൊച്ചിയിൽ നടന്ന ആശയ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയം 2014 2019 ലോക്സഭാ പ്രകടന പത്രികകളിൽ എല്ലാവർക്കും ആരോഗ്യമെന്ന പേരിൽ ഇടം പിടിച്ചു. വിദേശ സർവകലാശാലകളിലെ വിദഗ്ധരും നീതി ആയോഗും ഈ മാതൃകയുടെ പ്രായോഗികത തിരിച്ചറിഞ്ഞതായും വാർത്തകളുണ്ടായിരുന്നു. സർക്കാരും സ്വകാര്യ മേഖലയും കൈകോർക്കുന്ന ലാഭേച്ഛയില്ലാത്ത ആശുപത്രി മാതൃകയാണിത്. വെല്ലൂർ CMC ആശുപത്രിയുടെ വിശ്വാസ്യതയോടെ പൂർണ്ണ സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രോഗികൾ മുറിവാടുകയും ഭക്ഷണ ചെലവും നൽകിയാൽ മതി. ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമ്പോൾ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിന് മുറിവാടക ലഭിക്കും. കേരളത്തിൽ 150 കിലോമീറ്റർ ഇടവിട്ട് ഇത്തരത്തിലുള്ള 3 ഉന്നത നിലവാരമുള്ള ആശുപത്രികൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം മാതൃകകൾ അടിയന്തരമായി തുടങ്ങാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകണമെന്നും ബിനോയ് വാര്യത്ത് ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ 150 കിലോമീറ്റർ ഇടവിട്ട് 3 A ഗ്രേഡ് ആശുപത്രികളാണ് വേണ്ടത്. തെക്കൻ കേരളത്തിൽ കൊട്ടാരക്കരയ്ക്കും അടൂരിനുമിടയിൽ, മധ്യകേരളം, വടക്കൻ കേരളം എന്നിങ്ങനെയാണ് ആശുപത്രികൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇന്ത്യൻ ഹോട്ടൽസിന് ആശുപത്രികൾക്കായി ഒരു വിഭാഗം തുടങ്ങാൻ ടാറ്റ ഗ്രൂപ്പിനെ പ്രേരിപ്പിക്കും. ഉപകരണങ്ങൾ ഉൾപ്പെടെ ആശുപത്രി നടത്തിപ്പിന് ചുമതല സർക്കാരിൻ്റെതാണ്. മുറിവാടക ആശുപത്രി നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിനും. ഹോട്ടൽ നടത്തിപ്പിന് വേണ്ട മാർക്കറ്റിംഗ് ചെലവ് ഇവിടെ ഇല്ല എന്ന നേട്ടവുമുണ്ട്. B-C ഗ്രേഡ് ആശുപത്രികളും ഇതേ രീതിയിലാക്കാം. നിലവിലുള്ള ആശുപത്രികൾക്കും വേണമെങ്കിൽ ഈ രീതിയിലേക്ക് മാറാം. വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇവിടെ ജനങ്ങളുടെ പണം ഊറ്റുന്ന ഹോസ്പിറ്റൽ ബിസിനസ് ഒഴിവാക്കണമെന്ന ചിന്തയും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. സൗകര്യങ്ങളില്ലാത്ത സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നതിനു പകരം എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ കേരളത്തിൽ വരണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുമെന്ന് ഉറപ്പാണ്. യു.ഡി.എഫ് വരുന്നതോടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്.